രാഷ്ട്രീയ ദാരിദ്ര്യം അനുഭവിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്ദിറിൽ നിരാഹാരം കിടക്കുന്ന വാങ് ചുൻഗും കടുത്ത നിരാശയിലാണ്. ഇത്രയേറെ തലകുത്തി മറിഞ്ഞിട്ടും കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാർ തങ്ങളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നതാണ് പാറ്റ പാർട്ടിയെ രോഷാകുലരാക്കുന്നത്. രാഷ്ട്രീയത്തിലെ എല്ലാ തെക്കനടവുകളും പയറ്റിയിട്ടും മോദിയെ ഒന്ന് തൊടാൻ പോലും കഴിയാതിരുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയാണ് അഭിജിത് ദീപ്കെയുടെ സംഘടനയായ കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിൽ കളം നിറഞ്ഞത്. അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്നും വിമാനം ഇറങ്ങുന്ന ദിവസം തന്നെ കേന്ദ്ര സർക്കാർ പേടിച്ചു വിറച്ച് അയാളെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പാർട്ടികൾ സ്വപ്നം കണ്ടിരുന്നത്. ജന്തർ മന്ദിറിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ സമരങ്ങൾക്ക് അനുമതി വാങ്ങണമെന്ന് നിയമം അറിഞ്ഞുകൊണ്ട് തന്നെ അത് അവഗണിച്ച് സമര ദിവസം രാവിലെ മാത്രം അപേക്ഷ നൽകിയതും അനുമതി നിഷേധിച്ചാൽ വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ യാതൊരുവിധ എതിർപ്പുമില്ലാതെ ദില്ലി പോലീസ് അനുമതി നൽകിയത് പാർട്ടികൾക്ക് തിരിച്ചടിയായി. നേതാവിനെ അറസ്റ്റ് ചെയ്താലും ജന്തർ മന്ദിറിൽ സമരം നടത്താൻ അനുമതി നിഷേധിച്ചാലും വൻ കലാപങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ആസൂത്രണം ചെയ്തിരുന്ന പാർട്ടിക്കും അതിന്റെ ഗൂഢമായ ചാലക ശക്തിക്കും ഇത് കനത്ത തിരിച്ചടിയാവുകയായിരുന്നു. മുതിർന്ന പൗരനായ വാങ് ചുൻഗിനെ നിരാഹാരത്തിനയച്ച് തൊട്ടപ്പുറത്തു നിന്ന് മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ച പാർട്ടി നേതാവായ അഭിജിത് ദീപ്കെയെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് വാങ് ചുൻഗിന് വിമർശിക്കേണ്ടി വന്നതും ക്ഷീണമായിട്ടുണ്ട്. അതുപോലെ ജിഹാദി ഗ്രൂപ്പുകളും കമ്മ്യൂണിസ്റ്റുകളും അവിടെയും ഇവിടെയും പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. AISFന്റെ കുട്ടി നേതാക്കൾ ഒഴിഞ്ഞ കസാരകളോട് നടത്തിയ പ്രസംഗ നാടകങ്ങളും ജനങ്ങളെ ചിരിപ്പിക്കുവാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. ആരായിരിക്കാം അഭിജിത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? അത് ആരായിരുന്നാലും അയാളെക്കുറിച്ച് വ്യക്തമായി കേന്ദ്ര സർക്കാരിന് അറിയാമെന്ന് ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിന്റെയും ദില്ലി പോലീസിന്റെയും നിലപാടുകൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇവരുടെ പ്രശ്നം നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതല്ല. അങ്ങനെയാണെങ്കിൽ ചോർത്തിയ കുറ്റവാളിയെ പിടിച്ചപ്പോൾ അത് അവസാനിക്കേണ്ടതാണ്. അതിനർത്ഥം അവരുടെ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രി അല്ല എന്ന് വ്യക്തമാണ്. ബംഗ്ലാദേശും നേപ്പാളും കണ്ടുകൊതിച്ച് അത്തരത്തിലുള്ള ന്യൂജൻ വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാക്കി പടിപടിയായി നരേന്ദ്രമോദിയിലേക്ക് വരെ ചെന്നെത്താൻ കോപ്പുകൂട്ടിയ അതിസാഹസമാണ് ഇന്ത്യയുടെ ശക്തമായ ജനാധിപത്യത്തിനു മുമ്പിൽ തകർന്നു വീണത്. പരമാധികാര രാജ്യങ്ങളിൽ പണത്തിന്റെ ചങ്കൂറ്റത്തിലൂടെ അസ്ഥിരത സൃഷ്ടിച്ച് ഭരണകക്ഷിയെ അട്ടിമറിച്ച് അവിടെ പാവുകളെ പ്രതിഷ്ഠിക്കുവാൻ നടത്തുന്ന ഗൂഢപദ്ധതികൾ ഈ ഭാരതത്തിന്റെ മണ്ണിൽ വീണ്ടും തകർന്നു വീഴുന്ന മനോഹരമായ കാഴ്ച ഇപ്പോൾ കാണുകയാണ്. കളികൾ പലത് കണ്ടവരാണ് മോദിയും അമിത്ഷായും ഡോവലും. അമേരിക്കൻ ആശീർവാദത്തോടെ രാജ്യത്തെ അസ്ഥിരമാക്കി വൈദേശിക സ്വാധീനമുള്ള ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുവാൻ ആര് ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കുവാൻ ഈ രാജ്യത്തിന്റെ നേതൃത്വത്തിന് കെൽപ്പുണ്ട് എന്ന് അറിയേണ്ടവർ അറിഞ്ഞിരിക്കുക തന്നെ വേണം.